ശ്രീമതി ഭാഗ്യലക്ഷ്മി നടത്തിയിരിക്കുന്നത് സിനിമയ്ക്കെതിരെ മാത്രമല്ല, ഒരു സംസ്ഥാനത്തിനെതിരെ, മലയാള ഭാഷയ്ക്കെതിരെ, നമ്മളുടെയൊക്കെ ഒരു സ്വഭാവത്തിനെതിരെ വരെയുള്ള വിമർശനങ്ങളാണ്. പക്ഷെ പ്രധാന ലക്ഷ്യം മലയാള സിനിമയാണ്. ഇൻഡസ്ട്രി മുഴുവൻ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. കൃത്യമായി ഒരു സംസ്ഥാനത്തിനെതിരെ നടത്തിയിരിക്കുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നെയാണോ ഈ വിമർശനങ്ങൾ? തീർച്ചയായിട്ടും ഇത് അങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ജയമോഹൻ എന്ന് പറയുന്ന വ്യക്തി കേരളവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തമിഴ് സിനിമയ്ക്കായിരിക്കാം ഏറ്റവും അധികം കഥയും തിരക്കഥയും ഒക്കെ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഈ മലയാള സിനിമയെ വിമർശിക്കുന്ന ഇദ്ദേഹം എന്തുകൊണ്ടാണ് തമിഴ് സിനിമയിൽ എത്രയോ സിനിമകളിൽ കുടിച്ചു കൂത്താടുന്ന രംഗങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, അത് അദ്ദേഹം മറന്നുപോകുന്നു. ഒരുപാട് അതൊക്കെ ഒരു സബ്ജക്റ്റീവായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് എല്ലാവരും അതിനെ ഓക്കെ ഇത് ഒരു ക്രിയേഷന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇതിന് പിന്നിൽ ജയമോഹന്റെ വ്യക്തമായ ഒരു രാഷ്ട്രീയ അജണ്ട വെച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആദ്യം ഇത് കേട്ടപ്പോ സത്യത്തിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ജയമോഹൻ അങ്ങനെ പറയൂ, ഇത് വേറെ ആരോ ജയമോഹന്റെ പേരിൽ എഴുതിയതായിരിക്കാം എന്നൊക്കെയാണ്. പിന്നീട് നമ്മുടെ നടൻ ലാൽ ഇങ്ങനെ ഗ്രൂപ്പിൽ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം പേഴ്സണലി ജയമോഹനെ വിളിച്ച് സംസാരിച്ചപ്പോ അദ്ദേഹം ആ തീരുമാനത്തിൽ പറഞ്ഞത് ശരിയാണെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കേരളത്തെ അപമാനിച്ചിരിക്കുന്നു. ഒരു സിനിമയെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. ഇപ്പൊ എല്ലാവരും പിന്നെ നല്ലതെന്ന് പറയുന്ന സിനിമയെ ഒരാൾ മോശമെന്ന് പറഞ്ഞാൽ ആ ആളെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ യൂട്യൂബിൽ തന്നെ കാണാം, മഞ്ഞുമൽ ബോയ്സ് കണ്ട് ഇറങ്ങിയിട്ട് ഏതോ ഒരാൾ ആ സിനിമയെ കുറിച്ച് അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ ഒരു മാന്യമായ ഒരു ഭാഷ ഉപയോഗിക്കണം. ഒരു ജനതയെ ഒന്നാകെ പെറുക്കികൾ എന്നുള്ള രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് അതൊരു സംസ്കാര ശൂന്യതയാണ്. ഒരു എഴുത്തുകാരന് ചേരുന്ന ഒരു ഭാഷയല്ല അദ്ദേഹം പറഞ്ഞത്. പിന്നെ എത്ര മലയാള സിനിമകളിൽ കേരളം അല്ലെങ്കിൽ മലയാളി സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എന്ത് മോശമായ പിക്ചറാണ് അവർ കാണിക്കുന്നത്, കണ്ടിട്ടുണ്ടോ? എത്രയോ സെന്തിൽ, പിന്നെ കൗണ്ടമണി, അതുപോലെ വടിവേലുവിന്റെ സിനിമകളിലൊക്കെ ഒരുമാതിരി മലയാളി പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഒരു സെക്സിന്റെ സിമ്പലാണ് എന്നുള്ള രീതിയിൽ എത്ര മോശമായിട്ട് കേരളത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ട്, സിനിമയെ അപമാനിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാം അത് മിണ്ടാതിരുന്നത് പോട്ടെ, അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം, അയാൾക്ക് അങ്ങനെ തോന്നി. പക്ഷേ ഇത് വല്ലാതെ കടന്നുപോയി. ഇതിനെതിരെ ശക്തമായി തന്നെ മലയാള സിനിമാ രംഗം പ്രതികരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഓക്കെ, റൈറ്റ്.